വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് കുറച്ച് കൺസോൾട്ടേഷൻ നടത്തിയിട്ട് മുകളിലോട്ട് കയറിപ്പോയിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഏരിയയിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറയുന്നതാണ് മാർക്കറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഒരു വീഴ്ച നടത്തിയത്. അപ്പം ഇന്ന് മാർക്കറ്റ് അവിടേക്ക് അപ്രോച്ച് ചെയ്തിട്ട് അവിടെ നിന്നൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഇംബാലൻസും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഇംബാലൻസ് എടുത്തിട്ടാണ് വീക്ക്നെസ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ആ ഏരിയയുടെ തൊട്ട് മുകളിൽ മറ്റൊരു ഇംബാലൻസ് ഉണ്ട്. അവിടെ നോക്കിയാൽ കാണാം, ഒരു ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട്. അതിന്റെ മുകളിൽ ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ന്യൂസിലോട്ടൊന്ന് പോവാം. ന്യൂസിലോട്ട് നോക്കുന്ന സമയത്ത് ഗോൾഡിനെ ബാധിക്കുന്ന ന്യൂസ് ഇന്ത്യൻ സമയം 7 മണിക്ക് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ന്യൂസുകളുണ്ട്. കോർ PPA ഉണ്ട്, അതുപോലെ PPA മന്ത്ലി ഉണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ അൺഎംപ്ലോയ്മെന്റ് ക്ലൈംസ് ഉണ്ട്. മൂന്നും വരുന്നത് ഇന്ത്യൻ സമയം 7 മണിക്കാണ്. എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. കോർ PPA മന്ത്ലി പ്രീവിയസ് വന്നിരിക്കുന്ന 0.3% ആണ്. ഫോർകാസ്റ്റ് വന്നിരിക്കുന്ന 0.2% ആണ്. അതുപോലെ തന്നെ PPI പ്രീവിയസ് വന്നിരിക്കുന്നത് 0.2%, ഫോർകാസ്റ്റ് 2% ആണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വന്നിരിക്കുന്നത് പ്രീവിയസ് വന്നിരിക്കുന്നത് 224K ആണ്. ഇത്തവണ വന്നിരിക്കുന്നത് 221K ആണ്. അതായത് കഴിഞ്ഞതിനേക്കാളും കുറഞ്ഞാണ് കാണിക്കുന്നത്. എനിവേ നമുക്ക് കോർ PPAയിലേക്ക് പോവാം. കോർ PPAയുടെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ പ്രീവിയസിനേക്കാളും ചെറിയൊരു ഫോർകാസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കറൻസിക്ക് അത്ര ഫേവറബിൾ അല്ലാത്ത ഒരു ഫോർകാസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ PPAയും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ ഫോർകാസ്റ്റും അതുപോലെ തന്നെ പ്രീവിയസും ഒരേ ഫിഗർ തന്നെയാണ് കാണിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂസ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എന്ന് വെച്ചാൽ ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ വന്നിരിക്കുന്നത് പ്രീവിയസിനേക്കാളും ലെസ് ദാൻ, അതായത് കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ച് താഴെയുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഇത് ഫോർകാസ്റ്റ് ഇങ്ങനെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോർകാസ്റ്റിനേക്കാളും കുറച്ചുകൂടി താഴെ വരികയാണെങ്കിൽ US ഡോളർ സ്ട്രെങ്ത് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും. എന്ത് തന്നെയായാലും ഈ ഒരു സമയത്ത് ന്യൂസ് വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് ആണ്. അപ്പൊ എല്ലാവരും ട്രേഡ് എടുക്കുമ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഒരു പ്രൈസ് ആക്ഷൻ തന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. 4 അവറിന്റെ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് മാർക്കറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ഇംബാലൻസിനെ എടുത്തിട്ടൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും വലിയൊരു വീക്ക്നെസ്സിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒരു സപ്പോർട്ട് എടുത്തൊന്ന് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. എനിവേ അവിടെ ബ്രേക്ക് ആവുമോ എന്നുള്ളത് നോക്കാം. എന്തായാലും പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഡെയിലിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മാർക്ക് ചെയ്യുന്നില്ല. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് 4 അവറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടതാണ്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. അതിനെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തതിന് ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടി ഉണ്ട്. അപ്പൊ ഇത്രയാണ് 4 അവറിന്റെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് 4 അവറിൽ മാർക്ക് ചെയ്തതിൽ നിന്ന് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. അത് അങ്ങനെ തന്നെ മാർക്കറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ 4 അവറിലേക്ക് ഇറങ്ങാതെ ഈ ഒരു ഏരിയ, അതായത് ഈ പുൾ ബാക്ക് തന്നിരിക്കുന്ന ഏരിയ അല്ലെങ്കിൽ ഇവിടെ കൺസോളേഷൻ നടന്ന ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങോട്ട് താഴോട്ടേക്ക് ഇറങ്ങാതെ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഓൾറെഡി മുകളിൽ നമ്മൾ 1 ഡേയിലും 4 അവറിലും വരച്ചിരിക്കുന്ന സെയിം കാര്യം ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ വരയ്ക്കുന്നില്ല. ഇനി 4 അവറിന്റെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു താഴോട്ടേക്ക് ഉള്ള ഇവിടെയാണ്. മാർക്കറ്റ് ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയതിനു ശേഷം ഒരു സപ്പോർട്ട് വീണ്ടും എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓൾറെഡി ഇവിടേക്ക് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയെങ്കിൽ വീണ്ടും വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ഒരിക്കൽ കൂടി ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും താഴോട്ടേക്ക് വരിക. ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്നായിരിക്കും സപ്പോർട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങുന്ന സമയത്ത്. ഇനിയൊരു സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുടെ താഴേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒന്ന് റീടെസ്റ്റ് വന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് 2655 വരെയൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്.
ഒരുപക്ഷെ അത് ഇപ്പോൾ കാലത്ത് എത്തുമെന്നുള്ള കാര്യം അറിയില്ല. ഇതാണെങ്കിൽ തന്നെ ഒരു അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസിന്റെ സമയത്തൊക്കെ ആയിരിക്കും എത്താനുള്ള സാധ്യത. പക്ഷെ എന്നാലും ഉറപ്പിച്ച് നിൽക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ബുള്ളിഷിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്രയും വലിയൊരു വീഴ്ച ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എനിവേ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഗോൾഡിന്റെ അനാലിസിസ്. ഇനി നമുക്ക് US ഓയിലിലേക്ക് പോവാം. US ഓയിലിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ 3 ദിവസമായിട്ട് ക്യാൻഡിൽ ബുള്ളിഷ് ആണ്. പ്രത്യേകിച്ച് ഇന്നലെ വളരെ സ്ട്രോങ് ബുള്ളിഷ് തന്നിട്ട് ഇന്ന് അത്യാവശ്യം മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ട് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അത് പക്ഷേ ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യതയാണോ അതോ റെസിസ്റ്റൻസ് വരച്ച ലൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴത്തേക്ക് ഇറങ്ങുമെന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എനിവേ നമുക്ക് അതൊന്ന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എന്തൊക്കെ സാധ്യതകൾ ഉണ്ടെന്നുള്ളത് നോക്കാം. അതിനു മുന്നേ പ്രധാനപ്പെട്ട 2 ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് ഫോർവേഡിലേക്ക് ഒന്ന് പോവാം. ഫോർവേഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു വീക്ക്നെസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു വീക്ക്നെസ് കാണിക്കുന്ന ഒരു ഇംബാലൻസിലേക്ക് എത്താനുള്ള വീക്ക്നെസ് ആണെന്നാണ് കരുതേണ്ടത്. നമുക്കൊരു നല്ലൊരു ക്ലിയർ ആയിട്ടൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ലൈനിലേക്ക് അടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഹൈ ടൈം ഫ്രെയിമിൽ കാണുന്നുണ്ട്. ഈ ഒരു സ്ട്രക്ചറൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്, സ്ട്രക്ചറൽ ചേഞ്ച് തന്നിട്ടുണ്ട്. ചേഞ്ച് തന്നതിന് ശേഷം ഒരു റീടെസ്റ്റ് സ്ട്രക്ചറിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇംബാലൻസ് ക്യാൻഡിൽ, അതായത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഫോർവേഡ് ഡേയിൽ കാണുന്നുണ്ട്. എനിവേ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് ഫോർവേഡിൽ മാർക്ക് ചെയ്ത് വെക്കണം. ഇതിനൊരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞത് ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെയും എടുക്കുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയാണ് ഫോർവേഡിൽ വേണം. താഴത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡയൽ വരച്ച് വെച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയ ഒക്കെ ഉണ്ട്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്, അതുപോലെ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്, ഇതും സപ്പോർട്ട് ഏരിയ ആണ്. എന്തായാലും നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന ഇത് രണ്ടുമാണ്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വരാൻ തന്നെയാണ് ശ്രമം നടത്തുന്നത്. കാരണം ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് ഒന്ന് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 1 അവറിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഇംബാലൻസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ചെറിയൊരു ഇംബാലൻസ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ ഉണ്ട്. നോക്കിയാൽ കാണാം ഈ ഇതിന്റെ ഇടയിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഫോർവേഡ് ഇംബാലൻസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടേക്കും കൂടി എത്താനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി കാണാം. പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ്. കാണാം ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത്, മൾട്ടിപ്പിൾ ടൈംസ് റെസ്റ്റ് ചെയ്ത് ബ്രേക്ക്ഔട്ട് തന്നിട്ട് അവിടേക്ക് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. 1 അവറിന്റെ റെസിസ്റ്റൻസ് മുകളിൽ ഓൾറെഡി വരച്ചത് കൊണ്ട് പിന്നെ എടുക്കുന്നില്ല. 3 to 4 അവറിന്റെ സപ്പോർട്ടുകൾ താഴെ ഉണ്ട്. എനിവേ 1 അവറിന്റെ സപ്പോർട്ടിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കുറവാണ് കാണിക്കുന്നത്. ഈ 1 അവറിന്റെ സപ്പോർട്ട് ഒരുപക്ഷെ നന്നായി സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 2 വിധത്തിലാണ് എൻട്രി ഓപ്പർച്യൂണിറ്റി. ഒന്ന് ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ബൈ എൻട്രി ഉണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഇംബാലൻസ് ഏരിയ, അതായത് ഈ ഇംബാലൻസ് ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് തൽക്കാലം ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ബൈ ഓപ്പർച്യൂണിറ്റി ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബെറ്റർ ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസിൽ നിന്നായിരിക്കും. അങ്ങനെ ഇംബാലൻസിൽ നിന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വരുന്നത് ഈ ഒരു ഏരിയനെയാണ്. അപ്പൊ നല്ലൊരു ബൈ കിട്ടാനുള്ള സാധ്യത അവിടുന്ന് കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടുന്ന് ബൈ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആ കിട്ടുള്ളൂ. ഇവിടുന്നൊക്കെ ആണെങ്കിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഏറെക്കുറെ ഇതിന്റെ താഴേക്ക് വരും. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും, ഒരു നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. ഇനി സെല്ല് എന്ന് പറയുന്നത് തൽക്കാലത്തിലും കാണാനൊന്നും പറ്റുന്നില്ല. താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്തെല്ലാം ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ടുകളാണ് കാണുന്നത്. അപ്പൊ സെല്ല് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെല്ല് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്നില്ല. ഇനി മുകളിലോട്ട് പോയതിനു ശേഷം, അതായത് ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്തിട്ടൊന്ന് മുകളിലോട്ട് പോയതിനു ശേഷം ഇവിടെ നിന്ന് എവിടുന്നെങ്കിലും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടും. ആ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി റിട്രേസ്മെന്റിന് അല്ലെങ്കിൽ പുൾ ബാക്കിനുള്ള സെൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. വലിയൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്.
അപ്പൊ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നവിടുന്ന് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് 50 മിനിറ്റ്സിന്റെ ഈ ഒരു ഏരിയയിലാണ്. ഈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ തന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ ഒന്ന് നോട്ട് ചെയ്യുക. അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ അനാലിസിസ്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.